നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. നമുക്കിന്ന് PCOD അഥവാ PCOS പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. PCOD അഥവാ PCOS എന്ന് പറയുമ്പോൾ നമ്മൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് മെയിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേനും PCOD മൂലം ഒന്നിലധികം അവയവങ്ങൾ അഫക്റ്റഡ് ആവുന്നു, അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നു. പ്രമേഹം വരുന്നു, അല്ലെങ്കിൽ BP കൂടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇഫക്റ്റും കൂടെ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നതിനാണ് നമ്മൾ PCOS എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് PCOD ഈ കാലഘട്ടത്തിൽ ഇത്ര പ്രധാനപ്പെട്ടതായത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ PCODയുടെ പോസിറ്റീവായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. 10-1 എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഒരു 5 വർഷത്തിന് മുന്നേ വരെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ പെടുത്തുന്നത്. അതിലുള്ള സ്ത്രീകളിൽ 5-ൽ ഒരാൾക്ക് ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. PCOD എന്ന് പറയുന്ന എല്ലാ സ്കാനിലെ ഒരു ഓവറിയിൽ ചെറിയ സിസ്റ്റം ഉണ്ട് എന്ന് വെച്ച് അവർ PCOD ആയിരിക്കണം നിർബന്ധമില്ല. PCODക്ക് ആക്ച്വലി ഒരു ക്രൈറ്റീരിയ ഉണ്ട്, റോട്ടർഡാംസ് ക്രൈറ്റീരിയ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർത്തവ ചക്രത്തിലെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ, നമ്മളെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയും. ആർത്തവ ചക്രത്തിലെ വ്യതിയാനം അറിയണം എന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ആർത്തവ ചക്രം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോർമൽ ആയിട്ടുള്ള ഒരു ആർത്തവ ചക്രം എന്ന് പറയുമ്പോഴത്തേനും മിനിമം 21 ദിവസം ഗ്യാപ്പ് ഉണ്ടാവും 2 പീരീഡ്സ് തമ്മിൽ. ഒരു 35 ദിവസത്തിനുള്ളിൽ അടുത്ത പീരീഡ്സ് വരും. അതായത് ഒരു 21 ദിവസം മുതൽ ഒരു 35 ദിവസത്തിനകത്ത് വരുന്ന പീരീഡ്സിനെയാണ് നമ്മൾ ഒരു നോർമൽ പീരീഡ്സിന്റെ കാലയളവായിട്ട് കാണിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ്, ബ്ലീഡിങ്ങിന്റെ അളവ് എന്തോരം ഉണ്ടെന്നുള്ളത്. അത് ഒരു 2 ദിവസം മുതൽ ഒരു 7 ദിവസം വരെ ഉള്ള ബ്ലീഡിങ് നോർമൽ സൈക്കിളിന്റെ ഭാഗമാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര തവണ നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യുന്നു. ഒരു ദിവസം ഒരു 3 മാക്സിമം 4 പാഡ് വരെ ഒരു 24 മണിക്കൂറിൽ ചേഞ്ച് ചെയ്യുന്നത് ഒരു നോർമൽ ബ്ലീഡിങ്ങിന്റെ ലക്ഷണമാണ്. അതുപോലെ ക്ലോട്ട്സ് കഷ്ണങ്ങളായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ സൈക്കിൾ അല്ല, അളവ് കുറച്ച് കൂടുതൽ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതാണ് ഒരു നോർമൽ സൈക്കിളിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്ത് വ്യതിയാനം ഉണ്ടെങ്കിലും, അതായത് അടുപ്പിച്ച് പീരീഡ്സ് വരികയായാലും ഒത്തിരി ഗ്യാപ്പ് ഇട്ട് 3 മാസത്തിൽ ഒരിക്കൽ പീരീഡ്സ് വരുന്നതാണെങ്കിൽ ബ്ലീഡിങ്ങിന്റെ അളവ് തീരെ കുറവ്, 2 ദിവസം പോലും ബ്ലീഡിങ് ഇല്ല, അല്ലെങ്കിൽ ഒരു പാഡ് പോലും ഒരു ദിവസം മാറ്റേണ്ടി വരുന്നില്ല. ഇതൊക്കെ വ്യത്യാസമാണ് നമ്മുടെ നോർമൽ സൈക്കിളിൽ നിന്ന്. കൂടിയാലും കുറഞ്ഞാലും നമുക്ക് നോർമൽ ആയിട്ടുള്ള സൈക്കിളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും യൂഷ്വലി. പ്രത്യേകിച്ചും റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാസം ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് പ്രശ്നമില്ല, പക്ഷെ 2-3 മാസങ്ങളിൽ ഇങ്ങനെ വരുന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട PCOD കണ്ടുപിടിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷ ഹോർമോണുകളുടെ അമിതമായിട്ടുള്ള അളവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാരണമുള്ള ചേഞ്ചസ്. ഒന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുഖത്ത് അമിതമായിട്ടുള്ള രോമ വളർച്ച വരുന്നു, അല്ലെങ്കിൽ പിമ്പിൾസ് ധാരാളമായിട്ട്, മുഖത്ത് കുരുക്കൾ അമിതമായിട്ട് വരുന്നു, പക്ഷെ തലയിലെ മുടി ഒത്തിരി കുറഞ്ഞു പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു, ഹെയർ ലോസ് നമ്മൾ പറയാം, അലോപേഷ്യ എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഇഫക്റ്റ് ഒക്കെ പുരുഷ ഹോർമോൺസ് ശരീരത്തിൽ അളവിലധികം കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. മൂന്നാമത്തെയാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ്. സ്കാൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ വരുന്ന കുരുക്കൾ പോലെ തന്നെ ഓവറിയുടെ പുറത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരും, സിസ്റ്റായിട്ട് മാറും. അതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ മിനിമം 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് PCOD എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ചിലർക്ക് പീരീഡ്സ് തെറ്റിയായിരിക്കും വരുന്നത്, പക്ഷെ അവർക്ക് ബാക്കി ലക്ഷണങ്ങളൊന്നും ഇല്ല, സ്കാനിൽ പ്രശ്നമില്ല, ബാക്കി വേറെ മുഖത്ത് പിമ്പിൾസ്, ഹെയർ ലോസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ PCOD ആയിരിക്കാൻ സാധ്യത കുറവാണ്. വേറെ എന്തെങ്കിലും കാരണമായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ സ്കാനിൽ നമുക്ക് ഫൈൻഡിങ് ഉണ്ട്, പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് PCOD ആയിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ സ്കാനിൽ ചിലപ്പോൾ നോക്കുമ്പോൾ PCOD ഇല്ല, പക്ഷെ പീരീഡ് കറക്റ്റ് അല്ല വരുന്നത്, ബാക്കിയുള്ള മുഖത്തെ കുരുക്കള്, അമിത രോമ വളർച്ച അതൊക്കെ ഉണ്ടെങ്കിലും PCOD ആയിരിക്കാം. അതാണ് ഈ ക്രൈറ്റീരിയയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് നമുക്ക് PCODക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിത് ജസ്റ്റ് പീരീഡ്സ് വരുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മുഖത്ത് വരുന്ന ചെറിയ കുരുക്കൾ അത് മാത്രമല്ല, ഭാവിയിൽ ഈ
PCOD ഉള്ള ആൾക്കാർക്ക് ഒത്തിരി അധികം കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു നോർമലായിട്ട് PCOD ഇല്ലാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ PCOD ഉള്ള സ്ത്രീകൾക്ക് പ്രമേഹം വരാൻ ഒരു 50% വരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BP കൂടി വരാൻ, ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറയും, അതിനുള്ള സാധ്യത കൂടുതലാണ്. എന്തിനേറെ പറയുന്നു, ഹാർട്ടിന് പ്രശ്നം പോലും PCOD ഉള്ള സ്ത്രീകൾക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് വരാതിരിക്കുന്ന PCOD ഉള്ളവരുണ്ട്, 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ. അപ്പോൾ അത്രയും ഗ്യാപ്പിൽ പീരീഡ്സ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് യൂട്രസിന് ക്യാൻസർ വരാൻ പോലും സാധ്യതയുള്ളതാണ്. അപ്പൊ അതാണ് PCOD നമ്മൾ കണ്ടുപിടിക്കേണ്ടതിന്റെയും ചികിത്സിക്കേണ്ടതിന്റെയും പ്രാധാന്യം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇത്രയും ടെസ്റ്റുകളും ഇത്രയും ഹെൽത്ത് ഫെസിലിറ്റിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോലും ഒരു 50% PCOD കേസുകൾ ഡിറ്റക്ട് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരു 50% ആൾക്കാരും ഈ റിസ്കോടെയൊക്കെ ജീവിക്കുന്നു, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. അതാണ് ഇപ്പൊ കണ്ടുവരുന്ന സ്റ്റഡീസ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ PCOD എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഇപ്പം ജനിതകമായിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്ലഡ് റിലേഷൻ നമ്മൾ പറയും, രക്തബന്ധമുള്ളവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് PCOD ഉണ്ടെങ്കിൽ അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ, പീരീഡ് വരാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വന്ധ്യത, പീരീഡ് കറക്റ്റായിട്ട് വരാതിരിക്കുമ്പോൾ നോർമലി ഒരു വന്ധ്യതയുടെ ഒരു പ്രശ്നം വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരാൾക്കുണ്ടെങ്കിൽ ഫാമിലിയിൽ മറ്റുള്ളവർക്കും അത് വരാനൊരു സാധ്യതയുണ്ട്. അതാണ് നമ്മളെ ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, ജനറ്റിക് ആയിട്ടുള്ള ഇഫക്റ്റിനെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളാണ്. അതായത് പണ്ടും ഈ ജീൻസ് ഒക്കെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് ഇത്രയും PCOD പേഷ്യൻസിന്റെ എണ്ണം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരുന്നു. ഒരു 10 കൊല്ലം മുന്നേ വരെയൊക്കെ ഉള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു, ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസിന് ഒന്നാമത് അവർക്ക് ഓപ്ഷൻ ഇല്ല. റെഗുലർ ആയിട്ടുള്ള പണ്ടത്തെ രീതിയിലുള്ള നടന്ന് സ്കൂളിൽ പോവുക അങ്ങനത്തെയൊക്കെയുള്ള എക്സസൈസ് ഇല്ല. പിന്നെ പഠിത്തത്തിന്റെ സ്ട്രെസ് കൂടിയത് കൊണ്ട് പൊതുവെ എക്സസൈസ് കുറവാണ്. പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ഫുഡ്സ്, പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരങ്ങളെക്കാട്ടി കൂടുതൽ നമ്മൾ പ്രോസസ് ചെയ്ത് വരുന്നത്, അതുപോലെ ക്യാൻഡ് ആയിട്ടുള്ളത്, പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കൂടുതലും ചെറുതിലേ മുതലേ തന്നെ ശീലിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വന്ധ്യതയായിട്ട് വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത് PCOD ഉണ്ട്, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് വന്ധ്യതയുടെ പ്രശ്നം കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന് മെയിൻ റീസൺ ഇതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ചെറിയ കുഞ്ഞുങ്ങളിൽ തന്നെ പീരീഡ്സ് വരുന്നു, ആദ്യത്തെ 1 വർഷം 2 വർഷം ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും പ്രശ്നമില്ല. പീരീഡ്സ് വന്നു തുടങ്ങുന്ന കുട്ടികൾക്ക് ഇപ്പൊ 10 വയസ്സിൽ, ഇപ്പം വളരെ നേരത്തെയാണ് വരുന്നത്, 8 വയസ്സിലും 9 വയസ്സിലും ഒക്കെ ആർത്തവം തുടങ്ങുന്ന കുട്ടികളാണ് കൂടുതൽ. അപ്പൊ ആദ്യത്തെ 1-2 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹോർമോൺസ് ഒക്കെ ആയി വരാനായിട്ടൊരു ടൈം നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ മെച്ചുറേഷൻ എന്ന് നമ്മൾ പറയും, ഹോർമോൺസിന്റെ മെച്ചുറേഷൻ വരാനായിട്ട് ആ ഒരു ടൈം നമ്മൾ കൊടുക്കണം. പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ടും പീരീഡ്സ് തെറ്റിയാണ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള പീരീഡ്സ് എന്നുള്ള എന്ത് വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളിൽ പോലും 15-16 വയസ്സുള്ള കുട്ടികളിൽ പോലും നമ്മൾ പീരീഡ്സ് കറക്റ്റ് അല്ല എന്താണ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് PCOD ഉണ്ട്, ഇതാണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പം അളവ് ഒത്തിരി എണ്ണം കൂടിയാണ് വരുന്നത് PCOD പേഷ്യൻസിന്റെ. പിന്നെ നമ്മുടെ ലൈഫിലുള്ള സ്ട്രെസ്, അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്ട്രെസ് വരുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ഫിസിക്കല് അതുപോലെ തന്നെ മെന്റല്, ജോലിയുടെ ടെൻഷൻ, എക്സാമിന്റെ ടെൻഷൻ, ഇതൊക്കെ നമ്മുടെ ബോഡിയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ സെല്ലുകളിൽ, കോശങ്ങളിൽ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ട്. ഇതും ഇപ്പോഴുള്ള സ്റ്റഡീസിൽ PCODക്ക് കാരണമാവുന്നു എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് PCOD ഉള്ള ആൾക്കാരുടെ എണ്ണവും കൂടിയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ PCOD ഉള്ളവരിൽ പ്രമേഹം വരാനുള്ള സാധ്യത, അതായത് ഇപ്പൊ PCOD 20 വയസ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു, ആ ഒരു സ്ത്രീക്ക് ഒരു 40-45 വയസ്സാവുമ്പോഴത്തേനും പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റിസ് വരാനുള്ള സാധ്യത ഏകദേശം ഒരു 50% ഉണ്ട്. അൺലസ് അവര് ആഹാര രീതിയിലും എക്സസൈസും ഒക്കെ നോക്കി PCOD ഒരു പരിധി വരെ കൺട്രോളിൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ
അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ അത്രയും കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നതാണ്. ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഇതിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് ആണ് എനർജിക്ക് വേണ്ടത്, അത് വലിച്ചെടുക്കാനും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ PCOD ഉള്ള ആൾക്കാരിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസുലിന് അതിന്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ മെക്കാനിസം നടക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബോഡി നോക്കുമ്പോഴത്തേനും ഗ്ലൂക്കോസ് ആവശ്യത്തിന് വലിച്ചെടുക്കുന്നില്ല, ഇൻസുലിൻ ജോലി ചെയ്യുന്നില്ല. പക്ഷെ ഇൻസുലിൻ ഇല്ല എന്നായിരിക്കും ബോഡി ഡിറ്റക്ട് ചെയ്യുന്നത്, കാരണം ജോലി നടക്കുന്നില്ലല്ലോ. അപ്പൊ ഇൻസുലിനെ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബോഡി അമിതമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കും, റിക്വയർമെന്റിനെക്കാട്ടിലും കൂടുതൽ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇൻസുലിൻ പോയി ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഓറീസിലാണ്. ഓറീസിൽ ആക്ട് ചെയ്യുമ്പോൾ, അണ്ടാശയങ്ങളിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പുരുഷ ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് ഈ പുരുഷ ഹോർമോണിന്റെ ഇഫക്റ്റ് ആയിട്ടുള്ള മുഖത്ത് വരുന്ന കുരുക്കള്, അമിതരോമ വളർച്ച, തലമുടിയിലെ ഹെയർ ലോസ്, ഇതൊക്കെ സംഭവിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണം ഇതാണ്. അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ചികിത്സയും ഏതാണ്ട് ഒരുപോലെയാണ്. കാരണം ബേസിക് മെക്കാനിസം നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രശ്നമാണ് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആഹാരത്തിലുള്ള വ്യത്യാസം കൊണ്ടുവരണം, നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ PCOD പോലെ വരുന്ന വേറെയും കാര്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടും ഇതുപോലെ തന്നെ വരാം, ഹെയർ ലോസ് വരാം, അതുപോലെ തന്നെ പീരീഡ്സ് കറക്റ്റ് അല്ലാതെ വരാം. അപ്പൊ PCOD ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും തൈറോയിഡിന്റെ പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം PCOD ഉള്ളവർക്കും തൈറോയിഡ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഇതേ ലക്ഷണങ്ങളാണ് തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്ക്. അപ്പോൾ പീരീഡ്സിന്റെ കാര്യം നോക്കുക. നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങളിൽ ഇപ്പൊ പീരീഡ് വന്നു തുടങ്ങി, ആദ്യത്തെ 1-2 വർഷം കറക്റ്റ് അല്ലെങ്കിലും വിഷയമില്ല. പക്ഷെ പിന്നെയും പീരീഡ് കറക്റ്റ് അല്ലാതെ വരുന്നു, 3 മാസത്തിൽ ഒരിക്കൽ വരുന്നു, അല്ലെങ്കിൽ 1 മാസത്തിൽ തന്നെ 2 തവണ വരുന്നു, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം, ഒത്തിരി വ്യത്യാസം വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ തന്നെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണിക്കുക. PCOD പ്രശ്നം അല്ലെന്ന് ഉറപ്പാക്കുക. കാരണം എത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നോ അത്രയും എളുപ്പത്തിലാണ് ചികിത്സ. ചിലര് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ പക്ഷെ കുറച്ചധികം കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ചികിത്സിക്കാനായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. നേരത്തെ ചിലപ്പം പീരീഡ്സ് തെറ്റി വന്ന് കാണും, പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുമ്പോൾ പിന്നെ കുറച്ചധികം മെഡിസിൻസ് എടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാലം ചികിത്സ വേണ്ടി വരികയോ ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചിലര് ആദ്യത്തെ ഡെലിവറി പ്രശ്നമൊന്നും ഇല്ലാതെ പോകും, രണ്ടാമത്തെ കുഞ്ഞാവുന്നില്ല എന്ന് പറഞ്ഞുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ ഡെലിവറി കഴിയുമ്പോൾ കുറച്ച് എന്തായാലും വെയിറ്റ് കൂടും. ആദ്യത്തെ പ്രഗ്നൻസി കഴിയുമ്പോൾ ഉള്ള ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടല്ലോ, അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം എക്സസൈസ് ഒക്കെ ചെയ്ത് കുറയ്ക്കേണ്ടതാണ്. പക്ഷെ ചിലർക്ക് അങ്ങനെ കുറയ്ക്കാനുള്ള സാഹചര്യം ഇല്ല, കുറയ്ക്കുന്നില്ല, ആ വെയിറ്റ് ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നില്ല, അതുമായിട്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ആവാത്തതിന്റെ പ്രശ്നം. അപ്പോഴും PCOD വരാം. എനിക്ക് 20 വയസ്സിൽ PCOD ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ കുഞ്ഞുണ്ടാവാനായിട്ട് താമസം വന്നില്ല, പക്ഷെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല, 1 വർഷത്തോളം ട്രൈ ചെയ്ത് അല്ലെങ്കിൽ 2 വർഷത്തോളം ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും നിർബന്ധമായിട്ടും ഏറ്റവും പെട്ടെന്ന് PCOD പ്രശ്നം തങ്ങൾക്കില്ല എന്ന് ഉറപ്പാക്കണം. പിന്നെ തൈറോയിഡിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊന്നും അല്ലാതെ പുരുഷ ഹോർമോണുകൾ അമിതമായിട്ട് വരുന്ന ഓവറിയിലുള്ള അണ്ടാശയങ്ങളിലുള്ള മുഴകൾ അതൊക്കെ വരാം. അതൊക്കെ നമ്മൾ പീരീഡ്സ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ബേസിക് ആയിട്ട് നോക്കിയിട്ടാണ് ബാക്കിയുള്ള ചികിത്സ. അപ്പൊ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഏറ്റവും പെട്ടെന്ന് ചികിത്സ എടുക്കുക. കാരണം ഇത് നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നെന്ന് വെച്ചാൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഒരു ഭയങ്കര പ്രശ്നം ഒരിക്കലും മാറാത്ത അസുഖം എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ ജീവിതശൈലിയിലുള്ള ചില മാറ്റങ്ങൾ, ചിലർക്ക് അതിൽ മാത്രം വ്യത്യാസം വരത്തില്ല, ചെറിയ രീതിയിലുള്ള മെഡിസിൻസും എല്ലാം വേണ്ടി വന്നേക്കാം. അപ്പം എന്താണോ ഓരോരുത്തരുടെയും ആവശ്യം അതിനനുസരിച്ച് മരുന്നുകളാണെങ്കിലും ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ PCOD നമുക്കൊരു വലിയ പ്രശ്നമല്ല. ഓക്കെ, പിന്നെ PCODയുടെ ഡയറ്റിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.